മെസ്സിയാണോ റൊണാൾഡോയാണോ നിങ്ങൾക്ക് ഇഷ്ടം? എൻ്റെ ഉത്തരം റൊണാൾഡോ എന്നാണ്. ഫുട്ബോൾ ലോകം പലപ്പോഴും പറയുന്നത് മെസ്സി ഒരു വളരെ ആയിട്ടുള്ളൊരു ഫുട്ബോൾ പ്ലെയർ ആണെന്നാണ് പറയുന്നത്. അതേസമയം റൊണാൾഡോ വളരെ ട്രെയിനിങ്ങിലൂടെ ഹാർഡ് വർക്കിലൂടെ കയറി വന്നൊരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. നമ്മളിതിൻ്റെ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ പലപ്പോഴും ബിസിനസ്സിലേക്ക് വരുന്ന പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, എനിക്കങ്ങനെ വലിയ ബിസിനസ് പാരമ്പര്യമൊന്നുമില്ല, എനിക്ക് ബിസിനസ് ചെയ്യാൻ ഞങ്ങളുടെ ഫാമിലിയിൽ ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബട്ട് ഞാനാണ് ബിസിനസ് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് വന്നത്, എന്നിട്ടാണ് ഈ പറയുന്നൊരു സക്സസ് ഉണ്ടാക്കിയെന്ന് പറയാറുണ്ട്. സോ ഡെഫിനറ്റായിട്ടും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അത്തരത്തിലൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു എഫേർട്ട്, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും അതൊരു വേറെ ലെവലാണ്. ഇതുകൊണ്ടാണ് ഞാൻ റൊണാൾഡോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്തരത്തിലൊരു കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അത്തരത്തിലുള്ളൊരു സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽ ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും ആ വിജയത്തിൻ്റെ മധുരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, ഫുട്ബോളിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും ഇതുപോലെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് വാച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ വിജയം എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യും. ഞാനതുകൊണ്ട് ഒരു റൊണാൾഡോ ഫാനാണ്. കാരണം റൊണാൾഡോയുടെ ജീവിതകഥ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനിലൂടെ മാത്രമാണ് ഇന്ന് അദ്ദേഹം ലോകമറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ഫുട്ബോളറായിട്ട് മാറിയത്. സോ നമ്മളെപ്പോഴും ഇത്തരത്തിലൊരു സെൽഫ് മെയ്ഡ് ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറുന്ന സമയത്ത് ഓർക്കുക, അതിൻ്റെ വിജയം, അതിൻ്റെ മധുരം എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അത്തരത്തിൽ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു വെച്ചേക്കുക, നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാനുള്ളതാണ്. കാരണം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു യുണീക്ക് സ്റ്റോറി നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും.